everybody, welcome back to my YouTube channel. ഞാൻ അങ്ങനെ ഇന്നൊരു വലിയ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം, ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ ഭയങ്കര ഷോപ്പിംഗ് ഫ്രീക്കാണ്. എനിക്ക് റീറ്റെയിൽ തെറാപ്പി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുന്നൊരു കാര്യമാണ്. ശരിക്കും തെറാപ്പി തന്നെയാണ് എനിക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. ഈ വീഡിയോയുടെ ഇത്രയും നേരത്തിനുള്ളിൽ തന്നെ ഞാൻ എത്രമാത്രം ഭയങ്കരം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യില്ല. കുറേ വർഷമായിട്ട് ഞാൻ ഏതാണ്ട് കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഡ്രസ്സിനോട് വലിയ ക്രേസാണ്. ഞാൻ ഇങ്ങനെ പല ടൈപ്പ് ഡ്രസ്സുകൾ എനിക്ക് ഇട്ട് നോക്കാനും അതിട്ട് ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം പക്ഷേ ഈ റീസെൻറ്റ് ടൈംസ് ആയിട്ട് എനിക്ക് ഡ്രസ്സിനേക്കാൾ കൂടുതൽ ബ്യൂട്ടി, സ്കിൻ കെയർ, മേക്കപ്പിനോടൊക്കെ ഇച്ചിരി ക്രേസ് കുറച്ച് ഒരു ഒരു പൊടിക്ക് മുകളിലോട്ട് കയറാൻ തുടങ്ങി. അപ്പം ഞാൻ കുറേ സ്കിൻ കെയർ ചെയ്യാനും കുറേ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കാനും കുറേ ഫോമുലാസ് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ തുടങ്ങി. ഞാൻ സ്കിൻ കെയർ, മേക്കപ്പ്, ബ്യൂട്ടി, എവറിത്തിങ് ഈവൻ മെറ്റ്സ് മേടിക്കുന്നത് ബൂട്ട്സ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ്. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഓൾ അണ്ടർ വൺ റൂഫ് എന്ന് പറയുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന മിക്ക സാധനങ്ങളും വാങ്ങിച്ചിട്ട് വരാൻ പറ്റും. അപ്പം ഇവിടെ ഹൈ എൻഡ് ലക്ഷറി പ്രോഡക്ട്സ് തൊട്ട് അഫോർഡബിൾ പ്രോഡക്ട്സ് വരെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ നിന്ന് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഹോൾ വരാം. അതിനെ എടുത്തപ്പോഴേ കിട്ടിയത് സെൽഫ് സ്റ്റിക്കിംഗ് റോളേഴ്സ് ആണ്. ഇത് എനിക്ക് കുറച്ച് ബാങ്ക്സ് ഒക്കെ ഉണ്ട്, ലേസ് പോലെ ഞാൻ മുടി കട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പം ഇത് രാത്രി നമ്മൾ റോൾ ചെയ്ത് മുടി വെച്ചിട്ട് രാവിലെ എടുത്തു കഴിഞ്ഞാൽ ആ ലേസൊക്കെ നല്ല ഡിഫൈനായി നല്ല വേവി ആയിട്ടൊക്കെ ഇരിക്കും. ഇത് ഒരു ക്ലെൻസിങ് വൈപ്പാണ്. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തൊക്കെ യൂസ് ചെയ്യാം. മേക്കപ്പ് റിമൂവിങ്ങിനൊക്കെ ഇത് നമ്മുടെ ക്ലെൻസിങ് ഓയിൽ പോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ അടുത്തതായിട്ട് ഇത് നിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സ്കിൻ ബട്ടർ മെൽറ്റ് സ്കിൻ ടിൻ്റ് ആണ്. ഞാൻ സ്കിൻ ടിൻറ്റുകൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുണ്ട്. കാര്യം ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫുൾ കവറേജ് അല്ല, പക്ഷേ മുഖത്തിനൊരു ഗ്ലോ തരാനായിട്ട് സ്കിൻ ടിൻ്റ് എപ്പോഴും ഹെൽപ്പിംഗ് ആണ്. പിന്നെ മാത്രമല്ല ഇവിടെ സമ്മർ ആയതുകൊണ്ട് സ്കിൻ ടിൻ്റ് ഇടുമ്പം ഒത്തിരി ഹെവിനെസ് തോന്നത്തില്ല. ഫുൾ ഗ്ലാം ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് സ്കിൻ ടിൻ്റ് വെച്ച് ചെയ്യാം. ഇത് ഇവിടുത്തെ ടിക്ടോക്കിലൊക്കെ ഒത്തിരി വൈറലാണ് നിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇതിൻ്റെ ഈ സ്കിൻ ടിൻ്റ്, ബ്രൗ ജെൽ, അങ്ങനെയൊക്കെ എവറിത്തിങ്. അടുത്തത് ഇതെന്ന് പറയുന്നത് ലോറേലിൻ്റെ ഗ്രോ ബൂസ്റ്റർ സിറമാണ്. ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഹെയർ ഫോളൊക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിനകത്ത് അമനെക്സൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. അത് ഭയങ്കര നല്ലതാണ് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാമത്തെ ബോട്ടിലാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. കിടിലം പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഓസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സൂപ്പർ ചാർജ് റിപ്പയർ ഹെയർ മാസ്ക് ആണ്. ഇതും ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇത് എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ 5ാമത്തെ ടബാണ്. ഇതെന്ന് പറയുന്നത് അനുവയുടെ നയാസിനമൈഡ് സിറമാണ്. ഇത് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇതും അനുവ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, PDRN ഹൈലൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട്. PDRN ഭയങ്കര കിടിലം ഒരു കമ്പോണൻ്റ് ആണ്. മൊത്തം ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും ഒക്കെ നല്ല റെഡ്യൂസ് ചെയ്യാനായിട്ട് PDRN സഹായിക്കും. ഇനിയെന്ന് പറയുന്നത് ഇതും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഞാനിവിടെ വന്നിട്ട് 3 ഇയേഴ്സായി. ആ 3 ഇയേഴ്സിൽ ഈ 3 ഇയേഴ്സിൽ മൊത്തം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ഷാമ്പു ആണ് ഈ ലോറിയൽ എൽവൈവിൻ്റെ ഡ്രീം ലെങ്സ് എന്ന് പറയുന്ന ഷാമ്പു. ഇനിയെന്ന് പറയുന്നത് ഇത് ലോറൽ പാരിസിൻ്റെ എക്സ്റ്റൻഷനിസ്റ്റ് മസ്കാരയാണ്. നെക്സ്റ്റ് ആയിട്ട് ഇത് ലോറൽ പാരിസിൻ്റെ ലൂമി ബ്രോൺസർ എന്ന് പറയുന്ന ഒരു ബ്രോൺസർ സ്റ്റിക്കാണ്. ഇതെന്ന് പറയുന്നത് റൗണ്ട് ലാബിൻ്റെ ഒരു SPF ആണ്. ഹൈ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ ആണ്. SPF 50 വരെ ഉണ്ട്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സൺസ്ക്രീനിൽ ഒന്നാണ്. ഇതെന്ന് പറയുന്നത് കൈലിയുടെ ഒരു ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും ആയിട്ടുള്ള കോംബോ ആണ്. ഇതും ഭയങ്കര കിടിലുമാണ്. ഭയങ്കര വൈറലായിട്ടുള്ള സാധനമാണ്. ഇത് എപ്പോൾ ഞാൻ ഷോപ്പിൽ പോയാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ഇത് അനുവയുടെ ഹാർട്ട് ലീഫ് എന്ന് പറയുന്ന റേഞ്ചിലുള്ള ഒരു ടോണറാണ്. ആക്ച്വലി എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാൻ ടോണർ അല്ല എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, ക്ലെൻസർ ആണ്. പക്ഷേ ഇത് അറിയാതെ ടോണറായി പോയി. ഞാൻ ടോണർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അനുവയുടേത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും അബദ്ധം പറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം.
ഇതിൻ്റെ ഈ റേഞ്ചിൻ്റെ തന്നെ ഞാൻ ഒരു ക്ലെൻസിങ് ഓയിലും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ക്ലെൻസിങ് ഓയിൽ ഞാൻ ഡെയിലി രാത്രിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ ഹാർട്ട് ലീഫിൻ്റെ തന്നെ ഈ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വേറെ ക്രീം ക്ലെൻസർ ഉണ്ട്. നെക്സ്റ്റ് ഇത് YSL ഒരു ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് ചില്ലി ക്രഷ് എന്നാണ്, റെഡ് ഷെയ്ഡാണ്. പിന്നെ ഇതൊരു മേക്കപ്പ് ബ്രഷാണ്, ലൈക്ക് ഡുവൽ എൻഡ് ആണ്. ഒരു സൈഡിൽ ബ്രോൺസറും ഒരു സൈഡിൽ ബ്ലഷിൻ്റെയും ബ്രഷ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ ഇത് നല്ലതായിരിക്കും. പിന്നെ ഇത് നിക്സിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതും ഞാൻ ഒത്തിരി ടിക്ടോക്കിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. നിക്സ് ആക്ച്വലി ഇവിടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ നിക്സിൻ്റെ ഐബ്രോ സാധനം. പിന്നെ മെബലിൻ്റെ പല ഷെയ്ഡിലുള്ള ഐ പെൻസിലുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് പല ഐ ലുക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നിക്സിൻ്റെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇതെന്ന് പറയുന്നത് എൽഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൈമറാണ്. ഈ പ്രൈമറും ഒത്തിരി ഞാൻ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ഗ്രിപ്പ് തരുന്ന പ്രൈമറാണ്. സോ ഇതിനകത്ത് വെറും പ്രൈമർ അല്ല, ഇതിൽ നയസിനമൈഡ് സ്കിൻ കെയറും ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്യാം എന്ന് കരുതി വാങ്ങിച്ചതാണിത്. പിന്നെ ഇത് ലോറേൻ്റെ ഇൻഫാലിബിൾ റേഞ്ചിലുള്ള സെറ്റിംഗ് മിസ്റ്റ് ആണ്. പിന്നെ ഇത് കൈലിയുടെ ഒരു സ്കിൻ ടിൻ്റ് ആണ്, ലൈക്ക് ഷെയ്ഡ് 9.5W എന്നാണ്. ഇത് ഹുഡ ബ്യൂട്ടി ഈസി ബേക്കിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ്, ഷെയ്ഡ് കപ്പ് കേക്ക് എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെ ഇത് മെബലിൻ ഇപ്പം ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള ലിപ് സ്റ്റെയിൻ ആണ്. ഇതെന്ന് പറയുന്നത് ലോറിയലിൻ്റെ ഹൈലറോൺ ടിൻ്റ് എന്ന് പറഞ്ഞ ലിപ് ടിൻ്റാണ്. അതേപോലെ തന്നെ നിക്സിൻ്റെ ലിപ് ഐവി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് ലിപ് സ്റ്റെയിൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അനുവയുടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോയിൽ തന്നെ, PDRN ഫേസ് മിസ്റ്റ് ഭയങ്കര കിടിലാണ്. ഞാൻ ഇത് സെക്കൻഡ് പർച്ചേസ് ആണ്, സൂപ്പറാണ്. പിന്നെ ഞാൻ ഇപ്രാവശ്യം ഫെൻറ്റി ബ്യൂട്ടിയുടെ ആണ് കൺസീലറും ഫൗണ്ടേഷനും വാങ്ങിച്ചേക്കുന്നത്. ലോങ് വേ ഫൗണ്ടേഷൻ ആണ്, ഹൈ കവറേജ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഫെൻറ്റി ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും കൺസീലറും ട്രൈ ചെയ്യുന്നത്. ഇതും ഒരു K-Beauty പ്രോഡക്റ്റ് ആണ്, ഡോക്ടർ ആൽത്തിയ 345 ക്രീം. ഡാർക്ക് സ്പോട്ട്സ്, പോസ്റ്റ് ആക്നെ മാർക്സിനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. യെസ്, അപ്പം ഇനി ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് ഹോളിൻ്റെ സാധനം. ഇതൊരു K-Beauty പ്രോഡക്റ്റ് ആണ്, മെഡിഹീൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രൈറ്റനിങ് പാഡാണ്. സോ യെസ്, അങ്ങനെ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് ഹോൾ വീഡിയോ, അതായത് ബൂട്ട്സിൽ പോയിട്ട് എൻ്റെ സ്കിൻ കെയർ മേക്കപ്പ് എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ള ഹോൾ വീഡിയോ ഇവിടെ തീരുവാണ്. പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിൽ ലൈക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ്, മേ ബി ഷോപ്പിംഗ്, മേ ബി ഫുഡ് വ്ളോഗ്, മേ ബി ഡെയിലി വ്ളോഗ്, എന്തെങ്കിലും ഐഡിയ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ലോങ് വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ കീപ്പ് ഓൺ വാച്ചിങ് മൈ ഷോർട്ട് വീഡിയോസ്. എപ്പോഴും ഞാൻ മോസ്റ്റ്ലി ഡെയിലി ഒരു 3 അല്ലെങ്കിൽ 4 ഷോർട്സ് എങ്കിലും ഇടാറുണ്ട് വീക്ക്ലി. അപ്പോൾ ഷോർട്സ് കാണുക. കീപ് സപ്പോർട്ടിങ് മീ. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.